എപ്പിസോഡ് 11 റീക്യാപ്പ്. ജെയിനിനെ അവളുടെ ബോധം തിരികെ കിട്ടിയപ്പോൾ അവൾ അവളുടെ സ്വന്തം കിടക്കയിൽ നല്ല ഊഷ്മളമായ സാഹചര്യത്തിലാണ് താനെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ അവളുടെ മുറിയിൽ ബെസിയും ഡോക്ടറും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും അവൾ തിരിച്ചറിയുന്നു. Summary English. The doctor who was in Jane's room started talking to Jane. First of all, he asked her if she knew him, and she said she did. Smiling at her, the doctor said Jane would be better soon. To Bessie, he said, let Jane sleep, and he would come back to see her in the morning. Soon, he left the room, picking his bag. സമ്മറി മലയാളം. ഡോക്ടർ അവളോട് പലതും ചോദിക്കാൻ തുടങ്ങി. ജെയിനിന് ഡോക്ടറെ അറിയാമോ എന്ന ആദ്യത്തെ ചോദ്യത്തിന് അവൾ ഉവ്വ് എന്ന് ഉത്തരം പറഞ്ഞു. പക്ഷേ അവൾ വളരെ ക്ഷീണിതയായിരുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ഉടനടി സുഖം പ്രാപിക്കുമെന്നും ബെസിയോടായി അവൾ ഉറങ്ങിക്കൊള്ളട്ടെ എന്നും പറഞ്ഞു ഡോക്ടർ അധികം സമയം ചിലവഴിക്കാതെ സ്വന്തം ബാഗുമെടുത്ത് പുറപ്പെട്ടു. പോകുന്നതിന് മുമ്പായി പിറ്റേ ദിവസം രാവിലെ അവളെ വന്ന് കാണാമെന്നും അവൾക്ക് അദ്ദേഹം വാക്കുകൊടുത്തു. Actual story. Well, do you know me? He asked. Do you know me? നമ്മൾ ഇതിനകം പറഞ്ഞ കാര്യം ചോദ്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ചും ഏതാണ് ടെൻസ് ഏതായിരിക്കും? പ്രസന്റ് സിമ്പിൾ. ഡു യു വളരെ കോമൺ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും തന്നെ നമ്മൾ എപ്പോഴും തന്നെ ഉപയോഗിക്കുന്നൊരു വാക്കായിരിക്കും ഡു യു. ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ, നിങ്ങൾ അങ്ങനെ പോകാറുണ്ടോ, നിങ്ങൾ അങ്ങനെ എടുക്കാറുണ്ടോ, നിങ്ങൾ അങ്ങനെ സംസാരിക്കാറുണ്ടോ, അങ്ങനെ അത്തരത്തിൽ ജനറലായിട്ട് ആവർത്തിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുമ്പോൾ ഡു യു എന്ന് ചോദിക്കും. ഇതിവിടെ നോ എന്നുള്ള വാക്കാണ്. അതും തന്നെ നോയിങ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ പറയാറില്ല. ചില ഇംഗ്ലീഷിൽ ചില വാക്കുകളുണ്ട്. ഇപ്പോൾ ലവിങ് അങ്ങനെ ചില വാക്കുകളുടെ കൂടെ നമ്മൾ ING ജനറലി ചേർക്കില്ല. ഇപ്പം നോ എന്നുള്ള വാക്കിൻ്റെ കൂടെ നമ്മൾ ING ഐ ആം നോയിങ് യു എന്ന് പറയില്ല, ഐ നോ യു എന്ന് പറയുള്ളൂ. അപ്പം അത്തരത്തിൽ ചോദ്യം ചോദിക്കാനായിട്ട് ഡു യു നോ മീ ഹി ആസ്ക്ഡ്. യെസ് ഐ ആൻസേർഡ് വീക്ക്ലി. ഐ ആൻസേർഡ് ഹൗ? വീക്ക്ലി, ക്ഷീണിതയായിട്ട്. വീക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണിച്ച. വീക്കിലി എന്ന് പറഞ്ഞാൽ ക്ഷീണിതനായിട്ട് അല്ല ക്ഷീണിതയായിട്ട്. ഇതിന് ആഡ്വർബ് എന്ന് പറയും. വീക്കിൻ്റെ കൂടെ നമ്മൾ LY അവസാനം ചേർത്തപ്പോൾ അത് ക്രിയാവിശേഷണമായി. സ്ലോ പ്ലസ് LY സ്ലോലി. ക്യുക്ക് പ്ലസ് LY ക്യുക്ക്ലി. ഇമ്മീഡിയറ്റ് പ്ലസ് LY ഇമ്മീഡിയറ്റ്ലി. ഓക്കെ. He smiled at me and said, you will soon be better. He smiled at me. Smile എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക എന്നാണ് അർത്ഥം, ചിരിക്കുക എന്നല്ല. സ്മൈൽ. He smiled at me and said, you will soon be better. You will എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് you will. You will soon be better. നീ ഉടനടി തന്നെ സുഖം പ്രാപിക്കും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മോഡൽ എന്ന് പറഞ്ഞ സ്പെഷ്യൽ കാറ്റഗറി വെർബിൽ പെടുന്നതാണ് will. To Bessie he said, let us sleep now. Let എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വാക്കാണ്. ലെറ്റിൻ്റെ എക്സാമ്പിൾസ് ഇവിടുത്തെ എന്താണ്? ലെറ്റ് ഹർ സ്ലീപ്പ്, അവൾ ഉറങ്ങട്ടെ, ഇപ്പോൾ അവൾ ഉറങ്ങട്ടെ. നമുക്ക് മറ്റുദാഹരണങ്ങൾ നോക്കാം. ലെറ്റ് ഹർ കം ഹോം സേഫ്ലി, അവൾ ആയതിന് വീട്ടിലേക്ക് സുരക്ഷിതമായിട്ട് വരട്ടെ. ലെറ്റ് ഹർ കം ഹോം സേഫ്ലി. ലെറ്റ് മീ ഹാവ് യുവർ റിപ്പോർട്ട് ബൈ ഫ്രൈഡേ, എനിക്ക് ഫ്രൈഡേയോട് കൂടിയിട്ട് നിൻ്റെ റിപ്പോർട്ട് കിട്ടണം. ലെറ്റ് മീ ഹാവ് യുവർ റിപ്പോർട്ട് ബൈ ഫ്രൈഡേ. ദ ക്യാറ്റ് വാണ്ട്സ് ടു ബി ലെറ്റ് ഔട്ട്, ഉച്ചയ്ക്ക് പുറത്തു പോകണമെന്നാണ് ആഗ്രഹം. ദ ക്യാറ്റ് വാണ്ട്സ് ടു ബി ലെറ്റ് ഔട്ട്. ലെറ്റിൻ്റെ 3 ഫോമും സെയിം ആണ്. ലെറ്റ് ലെറ്റ് ലെറ്റ്. ഓക്കെ. I'll come to see her in the morning. He picked up his bag and left. I'll come to see her in the morning. ഞാൻ വരാം. നമ്മൊരു സന്നദ്ധത, നമ്മുടെ ഒരു എന്താ പറയുക, സമ്മതം ഒക്കെ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോഡൽ വെർബാണ് വിൽ. I'll come, ഞാൻ വരാം. I'll come to see her in the morning. He picked up his bag and left. ലീവ്, പിരിയുക, വിട്ടുപോകുക. ലീവിൻ്റെ സെക്കൻഡ് ഫോം ലീവ്,
left. Do you want anything to drink? Bessie asked me kindly. Do you want anything to drink? പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യം വരുവാണ്. ഡു യു വാണ്ട്, നിനക്ക് എന്തെങ്കിലും വേണോ, കുടിക്കാൻ എന്തെങ്കിലും വേണോ? ബെസി ആസ്ക്ഡ് മീ കൈൻഡ്ലി. എങ്ങനെയാണ് ചോദിച്ചത്? എന്നോട് ദയാപൂർവം ചോദിച്ചു. കൈൻഡ് പ്ലസ് ly, കൈൻഡ്ലി. നോ താങ്ക് യു ബെസി, നോ താങ്ക് യു ബെസി, ഷീ സെഡ്. വുഡ് യു ലൈക്ക് എനിത്തിങ് ടു ഈറ്റ്? നമ്മൾ വുഡ് യു എന്ന് വെച്ചിട്ട് ഒരാളോട് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ വുഡ് യു എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ഒരു കാര്യത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാൾക്കൊരു സംഭവം നമ്മൾ അങ്ങോട്ട് ഓഫർ ചെയ്യാനാണ് വുഡ് യു എന്ന് ചോദിക്കുന്നത്. ഇവിടുത്തെ സാഹചര്യം നോക്കുക. വുഡ് യു ലൈക്ക് എനിത്തിങ് ടു ഈറ്റ്? നിനക്ക് എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്നാണ് ബെസ്റ്റ് ചോദിക്കുന്നത്. ഇവിടുത്തെ സാഹചര്യത്തിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. നിനക്കിപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് നിനക്ക് തരാൻ ഒരു മടിയില്ല, ഞാൻ തരാൻ തയ്യാറാണ്. അപ്പോൾ നീ വേണമെങ്കിൽ കഴിച്ചോ, നിനക്ക് വേണമെന്ന് നിന്ന് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതൊക്കെയാണ് വുഡ് യു വെച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ഒരാളൊരു കാര്യത്തിലേക്ക് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ഒരാൾക്കൊരു സാധനം നമ്മൾ വാഗ്ദാനം ചെയ്യുകയോ ചെയ്യണം, ഓഫർ ചെയ്യുകയോ ചെയ്യണം. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ വുഡ് യു എന്നുള്ള ഉപയോഗം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നോ താങ്ക് യു, ദെൻ ഐ വിൽ ഗോ ടു ബെഡ്. I will go. Call me if you want anything, Bessie said. Call me if you want anything. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഇതൊരു കോൾ മീ ഇഫ് യു വാണ്ട് എനിത്തിങ് എന്നുള്ളത് എന്താണ്? ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് ആണ്. കണ്ടീഷണൽ സെൻറ്റൻസുകൾ എപ്പോഴും രണ്ട് സെൻറ്റൻസുകൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൊരു കണ്ടീഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്നതാണ് കണ്ടീഷണൽ സെൻറ്റൻസ്. അതിന് ഒരു ഉദാഹരണം പറയാം. ഇഫ് യു സീ ഹിം ഗിവ് ഹിം ദിസ് നോട്ട്. നീ അവനെ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ നോട്ട്, ഈ കുറിപ്പ് അവന് കൊടുക്കണം. ഇഫ് നെസസറി ഐ ക്യാൻ കം അറ്റ് വൺസ്. വേണമെന്നിരിക്കട്ടെ, എനിക്ക് ഉടനടി തന്നെ വരാൻ കഴിയും. ഇഫ് നെസസറി ഐ ക്യാൻ കം അറ്റ് വൺസ്. ഓക്കെ, call me. Bessie said, I couldn't sleep, but I lay there quietly. I couldn't sleep. അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആർക്ക്? ജെയിൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. I felt very troubled and unhappy. She felt very troubled and unhappy. My head as well as my heart was full of pain. ഇവിടെ as well as എന്ന് വെച്ചാൽ അർത്ഥം ഓൾമോസ്റ്റ് ആൻഡ് എന്നുള്ള അർത്ഥം തന്നെ. My head as well as my heart was full of pain. അവൾക്ക് ശരീരവും എന്താ പറയുക, തലയും ഹൃദയമൊക്കെ മനസ്സൊക്കെ വേദനിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, റൈറ്റ്. Question and answer session. Does Jane know the doctor? ജെയിന് ഡോക്ടർ അറിയാമോ? Yes, she does. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ചോദ്യം വരുമ്പോൾ ചോദിച്ച അതേ ടെൻസ്, അതേ കാലം, അതേ സമയം അനുസരിച്ചാണ് നമ്മൾ ഉത്തരം പറയണത്. ചോദ്യത്തിനനുസൃതമായിരിക്കണം എപ്പോഴും ഉത്തരം. ചോദ്യം ഒരു ടെൻസിലും ആൻസർ വേറെ ടെൻസിലും ആയിക്കഴിഞ്ഞാൽ അത് സുഖമില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ തന്നെ നോക്കാം. ഡസ് ജെയിൻ നോ ദ ഡോക്ടർ? അറിയാമോ? യെസ് ഷീ ഡസ്. അവൾക്കറിയാം. ഹൂ ഡിഡ് ദ ഡോക്ടർ സ്മൈൽ അറ്റ്? ഡോക്ടർ ആർക്ക് നേരെയാണ് പുഞ്ചിരിച്ചത്? ദ ഡോക്ടർ സ്മൈൽഡ് അറ്റ് ജെയിൻ. ഹൂ വിൽ ബി ബെറ്റർ സൂൺ? ആരാണ് ഉടനടി തന്നെ സുഖം പ്രാപിക്കുന്നത്? ജെയിൻ വിൽ. ഇതൊക്കെ നമ്മൾ ചുരുക്കി പറയണം, മുഴുവൻ പറയാതെ തന്നെ ജെയിൻ വിൽ അങ്ങനെ പറയുന്നതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു ഭംഗിയും. ഡസ് ജെയിൻ വാണ്ട് എനിത്തിങ് ടു ഡ്രിങ്ക്? ജെയിൻ എന്തെങ്കിലും കുടിക്കാൻ എന്തെങ്കിലും വേണോ? നോ ഷി ഡസൻറ്റ്. നോ ഷി ഡസൻറ്റ്. വാട്ട് ഡിഡ് ദ ഡോക്ടർ ആസ്ക് ബെസി ടു ഡു? ബെസിനോട് എന്താണ് ഡോക്ടർ ചെയ്യാൻ പറഞ്ഞത്? ഹി ആസ്ക്ഡ് ഹർ ടു ലെറ്റ് ജെയിൻ സ്ലീപ്പ്. അവൻ പറഞ്ഞത്, അവളോട് ബെസിനോട് പറഞ്ഞത് ജെയിനെ ഉറങ്ങാൻ അനുവദിക്കാനാണ് പറഞ്ഞത്. അക്കോർഡിംഗ് ടു ദ ഡോക്ടർ, വെൻ വിൽ ജെയിൻ ബി ബെറ്റർ? ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ ജെയിൻ എപ്പോൾ ഭേദമാകും? ഷീൽ സൂൺ ബി ബെറ്റർ. ഷീൽ സൂൺ ബി ബെറ്റർ. അവൾ ഉടനടി തന്നെ ഭേദമാകും. വുഡ് ഷി ലൈക്ക് ടു ഈറ്റ് എനിത്തിങ്? അവൾക്ക് എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടോ? നോ ഷീ വുഡ്ൻറ്റ്. നോ ഷീ വുഡ്ൻറ്റ്. വുഡ് നോട്ട്. കുഡ് ജെയിൻ സ്ലീപ്പ്? ജെയിന് ഉറങ്ങാൻ കഴിഞ്ഞു? ക്യാൻ, കുഡ്, കുഡ്. അതിൽ പെട്ടത് മോഡൽ വെർബ് തന്നെയാണ്.
No, she couldn't. അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. How did Jane lie there? ജെയിൻ അവിടെ എങ്ങനെയാണ് കിടന്നത്? Jane lay there quietly. അവളവിടെ ശാന്തമായിട്ടാണ് കിടന്നത്. The real life story. The copra caught fire. As soon as my pre-degree exams were over, I thought of doing some minor business deals. The first proposal that crossed my mind was copra making for extracting coconut oil. As a small beginning, I bought some quality mature coconuts locally and started drying them in the sun at home itself. Even though the first 2 batches I did successfully, soon the season changed and it was wet climate, so drying the coconut in the sun was out of question. My father, seeing me passionate with my attempt, made me an iron net fitted in the kitchen over the fire. The next day, while I was tending the coconut over the fire, beyond my sleep hours, I dozed off, and only when my mother screamed, I woke up and realized that my copra was on fire. Being my first business attempt a tragedy, I had to give up that one and think of some other business later on.